നിയമം 6 എന്ത് വില കൊടുത്തും ശ്രദ്ധ നേടുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം. എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത് ഒരു ജനക്കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ നിങ്ങളുടെ അധികാരം ഇല്ലാതാകും എന്നാണ്. ശ്രദ്ധ നേടുക എന്നത് ഒരു ശക്തിയാണ്, കാരണം ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ പ്രധാനപ്പെട്ടവനാണെന്ന് അവർ കരുതാൻ തുടങ്ങുന്നു. നൽകിയിട്ടുള്ള ലോകത്തിൽ ആളുകൾ ശ്രദ്ധിക്കാത്ത വ്യക്തികളെ പെട്ടെന്ന് മറക്കും. ആളുകളുടെ ശ്രദ്ധയിൽ വരാത്ത ഒരു വ്യക്തിക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ കഴിവുകളെക്കുറിച്ചോ സംസാരിക്കാൻ പോലും അവസരം ലഭിക്കില്ല. അതിനാൽ ഒരു വിഷയത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകാൻ ശ്രമിക്കണം. ഈ നിയമം വിജയിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. 1. ശ്രദ്ധ ആകർഷിക്കുന്ന രൂപം. നിങ്ങളുടെ വസ്ത്രധാരണം, സംസാരരീതി, നടപ്പ് എന്നിവയിലൂടെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. അസാധാരണമായ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും. 2. വിവാദങ്ങൾക്ക് കാരണമാകുക. വിവാദങ്ങൾ എപ്പോഴും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കും. ഒരു വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് എടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒന്നിനെ ചോദ്യം ചെയ്യുക. ഇത് നിങ്ങളെ ഒരു പ്രധാന വ്യക്തിയായി ചിത്രീകരിക്കും. 3. രഹസ്യം സൂക്ഷിക്കുക. എപ്പോഴും നിങ്ങളുടെ മുഴുവൻ കഴിവുകളും പ്രകടിപ്പിക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഇനിയുമെന്തൊക്കെയോ ഉണ്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക. ഇത് ആളുകളിൽ ഒരു ആകാംക്ഷ സൃഷ്ടിക്കും, അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. 4. എപ്പോഴും കാണപ്പെടുക. ആളുകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാതിരിക്കാൻ നിങ്ങൾ പ്രധാനപ്പെട്ട വേദികളിലും പ്രധാനപ്പെട്ട വ്യക്തികളുടെ കൂടെയും എപ്പോഴും കാണപ്പെടാൻ ശ്രമിക്കുക. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു സാധാരണക്കാരനായി തുടരുന്നിടത്തോളം കാലം ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല, നിങ്ങൾക്ക് അധികാരവും ലഭിക്കില്ല. അതിനാൽ ഒരു കലാകാരനെപ്പോലെ എല്ലാ കണ്ണുകളും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുക. ചില ഉദാഹരണങ്ങൾ. 1. കഥ. ഉച്ചത്തിൽ സംസാരിക്കുന്ന കുട്ടി. ഒരു ക്ലാസ് മുറിയിൽ ഒരു കുട്ടി എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കുകയും ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയുകയും ചെയ്യും. മറ്റു കുട്ടികൾക്ക് അവന്റെ പേര് പോലും അറിയില്ലായിരിക്കും, പക്ഷേ ടീച്ചർ എപ്പോഴും ആ കുട്ടിയെ ശ്രദ്ധിക്കും. ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കുമ്പോഴും ഒരു പരിപാടിയിൽ പ്രസംഗിക്കാൻ അവസരം നൽകുമ്പോഴും ഈ കുട്ടിക്കാണ് അവസരം ലഭിക്കുക. കാരണം അവൻ ശ്രദ്ധ പിടിച്ചുപറ്റി. 2. ചരിത്രം. അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ വലിയ ഒരു യോദ്ധാവായിരുന്നു. ഒരു സാധാരണ പോരാളിയായി ഒതുങ്ങാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എല്ലാ യുദ്ധത്തിലും മുന്നിൽ നിന്ന് പൊരുതുകയും ശത്രുക്കളെ അതിവേഗം പരാജയപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ ധീരത എല്ലാ സൈനികരുടെയും ശ്രദ്ധ നേടി. ഈ ശ്രദ്ധ കാരണമാണ് അദ്ദേഹത്തിന് ലോകം മുഴുവൻ കീഴടക്കാൻ കഴിഞ്ഞത്. 3. സിനിമ. കപ്പലണ്ടി വിൽക്കുന്ന കുട്ടി. ഒരു സിനിമയിൽ ഒരു സ്റ്റേഷനിൽ കപ്പലണ്ടി വിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവൻ മറ്റു കുട്ടികളെപ്പോലെ ഒച്ചയിട്ട് വിൽക്കാതെ ഒരു പ്രത്യേക പാട്ടിലൂടെ കപ്പലണ്ടി വിൽക്കുന്നു. എല്ലാവരും ആ പാട്ട് കേട്ട് അവന്റെ അടുത്തേക്ക് വരികയും കപ്പലണ്ടി വാങ്ങുകയും ചെയ്യുന്നു. അവൻ വ്യത്യസ്തനായി ശ്രദ്ധ നേടിയതുകൊണ്ട് അവന്റെ കച്ചവടം മറ്റു കുട്ടികളെക്കാൾ നന്നായി നടക്കുന്നു. 4. ചരിത്രം. ഗാന്ധിജി. ഗാന്ധിജി എപ്പോഴും ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചു. അദ്ദേഹം കോട്ടും സ്യൂട്ടും ഒഴിവാക്കി ലളിതമായ ഖാദി വസ്ത്രം ധരിച്ചപ്പോൾ ആളുകളുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഈ വസ്ത്രധാരണം അദ്ദേഹത്തെ സാധാരണക്കാരിൽ ഒരാളായി തോന്നിപ്പിച്ചു. ഈ ശ്രദ്ധ കാരണം അദ്ദേഹത്തിന് ജനങ്ങളെ എളുപ്പത്തിൽ നയിക്കാൻ കഴിഞ്ഞു. 5. കഥ. ഒരു മയിൽ. കാട്ടിൽ ഒരുപാട് പക്ഷികളുണ്ട്. എന്നാൽ ഏറ്റവും ഭംഗിയുള്ള മയിലാണ് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത്. മയിൽ തന്റെ വർണ്ണശബളമായ തൂവലുകൾ വിടർത്തി നൃത്തം ചെയ്യുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കും. മയിൽ ഒരു സാധാരണ പക്ഷിയായി ഒതുങ്ങിയിരുന്നെങ്കിൽ ആരും അതിനെ ശ്രദ്ധിക്കില്ലായിരുന്നു. 6. സിനിമ. സൂപ്പർ ഹീറോസ്. സൂപ്പർ ഹീറോസ് എപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നു. അവർ സാധാരണക്കാരെ രക്ഷിക്കാനും വില്ലന്മാരെ പരാജയപ്പെടുത്താനും പോരാടുന്നു. അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ആളുകൾക്ക് അവരിൽ വിശ്വാസമുണ്ടാകുന്നു. ഈ ശ്രദ്ധയാണ് അവരുടെ ശക്തി. 7. ചരിത്രം. വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ എന്ന നേതാവ് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു, അത് ബ്രിട്ടീഷ് ജനതയ്ക്ക് ആത്മവിശ്വാസം നൽകി. അദ്ദേഹം സാധാരണ രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കില്ലായിരുന്നു. 8. കഥ. ജന്മദിനാഘോഷം. ഒരു കുട്ടിയുടെ ജന്മദിനത്തിന് അവൻ വലിയ ഒരു കേക്ക് കൊണ്ടുവന്നു. മറ്റ് കുട്ടികൾക്ക് അവന്റെ പേര് അറിയില്ലായിരുന്നെങ്കിലും ആ വലിയ കേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. പെട്ടെന്ന് ആ കുട്ടി എല്ലാവരുടെയും സുഹൃത്തായി. അവൻ തന്റെ ജന്മദിനത്തിൽ ശ്രദ്ധ നേടിയതുകൊണ്ട് എല്ലാവരും അവനെക്കുറിച്ച് സംസാരിച്ചു. 9. ചരിത്രം. മോഹൻലാൽ. സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്.
എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഓരോ സിനിമയിലും വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടുവരുന്നു. അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും അസാധാരണമാക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യത്യസ്തയാണ് അദ്ദേഹത്തിന് എപ്പോഴും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിക്കൊടുക്കുന്നത്. 10. പ്രകൃതി കഥ. ഒരു പൂവ്. ഒരു തോട്ടത്തിൽ ഒരുപാട് ചെടികളുണ്ട്. എന്നാൽ ഏറ്റവും നിറമുള്ളതും ഭംഗിയുള്ളതുമായ പൂവാണ് എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത്. ഈ പൂവ് ഒരു ചിത്രശലഭത്തെയും തേനീച്ചയെയും ആകർഷിക്കുന്നു. ശ്രദ്ധ നേടാൻ കഴിയാത്ത പൂക്കൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു. പൂവിന്റെ ഭംഗി അതിന് ശ്രദ്ധ നേടാനുള്ള ഒരു വഴിയാണ്.